പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന ആക്രമണങ്ങളും തിരിച്ചടികളും ലോകരാജ്യങ്ങളുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ആക്രമണങ്ങളുടെ തീവ്രത കുറഞ്ഞെങ്കിലും സ്ഥിതി ഇപ്പോഴും അനിശ്ചിതത്വമാണ്. വെടിനിർത്തൽ പൂർണ്ണമായി നിലവിൽ വന്നെന്നും ഏത് സമയത്തും വീണ്ടും സംഘർഷം ശക്തമാകാമെന്ന ഭീതിയും തുടരുകയാണ്. ഇതിനിടയിൽ നയതന്ത്ര ശ്രമങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും രാഷ്ട്രീയ പ്രസ്താവനകളും ഒരുമിച്ച് നടക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ കുറച്ചിരിക്കുകയാണ്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഉണ്ടായതുപോലുള്ള വലിയ ആക്രമണങ്ങൾ ഇന്നലെ പുലർച്ചെ ആവർത്തിച്ചില്ല. ഇത് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് ചെറിയ ആശ്വാസം നൽകിയെങ്കിലും ഭീഷണി പൂർണ്ണമായി മാറിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് കൂടുതൽ ശക്തമായത്. ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇറാനിലെ ചില കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. അതിന് മറുപടിയായി ഇറാൻ, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ എന്നിവിടങ്ങളിലേക്കുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തി. പിന്നീട് സ്ഥിതി കൂടുതൽ വഷളാകാതിരിക്കാൻ അമേരിക്ക ആക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശക്തമായ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുകയാണ്. അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങി വരണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ മാർഗങ്ങളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇപ്പോൾ വളരെ കുറച്ച് കപ്പലുകൾ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഇത് ആഗോള വ്യാപാരത്തെയും എണ്ണ കയറ്റുമതിയെയും ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. വ്യാഴാഴ്ച രാത്രി ഇറാനിലെ ബുഷഹർ നഗരത്തിലെ ഒരു സൈനിക കേന്ദ്രത്തിന് സമീപം തുറമുഖം നഗരമായ കൊണാരഗിയിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇത് നടക്കുമ്പോൾ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ മഷാദിയിലെ വിശുദ്ധ ഇമാം റസോ പള്ളിയിൽ നടക്കുകയായിരുന്നു. 6 ദിവസം നീണ്ട ഈ ചടങ്ങുകളിൽ ഏകദേശം 4.3 കോടി ആളുകൾ പങ്കെടുത്തതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലും ഇറാഖിലുമായി 5 നഗരങ്ങളിലായിരുന്നു വിലാപയാത്ര. എന്നാൽ പുതിയ പരമോന്നത നേതാവും ഖമേനിയുടെ മകനുമായ മുസ്തഫ ഖമേനി ചടങ്ങുകളിൽ പങ്കെടുക്കാതിരുന്നത് നിരവധി ചർച്ചകൾക്ക് വഴിവെച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റെന്ന റിപ്പോർട്ടുകളും മുൻപ് പുറത്തു വന്നിരുന്നു. മാർച്ചിൽ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഇതുവരെ അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇതിനിടെ മേഖലയിലെ സുരക്ഷാ സാഹചര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഫോണിൽ ചർച്ച ചെയ്തു. ആവശ്യമെങ്കിൽ ഇറാനെതിരെ വീണ്ടും സൈനിക നടപടി സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മുന്നറിയിപ്പ് നൽകി. സംഘർഷത്തിനിടെ ഇറാനെതിരെ പുതിയ സാമ്പത്തിക ഉപരോധവും അമേരിക്ക പ്രഖ്യാപിച്ചു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുമായി അടുത്ത ബന്ധമുള്ള വ്യവസായി അലി അൻസാരിയെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് 13 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ നടപടി. ഇറാൻ ഭരണകൂടത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകൾ ദുർബലമാക്കുകയാണ് ഈ ഉപരോധത്തിന്റെ ലക്ഷ്യമെന്ന് അമേരിക്കൻ ട്രഷറി വകുപ്പ് അറിയിച്ചു. അമേരിക്കയുടെ വിലക്കുകൾ മറികടന്ന് ഇറാനിയൻ ബാങ്കുകൾക്കായി വിദേശ നാണയ ഇടപാടുകൾ നടത്തിയെന്നാണ് അലി അൻസാരിയെക്കെതിരായ ആരോപണം. നേരത്തെ ബ്രിട്ടനും അദ്ദേഹത്തിനെതിരെ സമാനമായ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഹോങ്കോങ്ങും UAEയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ഷെൽ കമ്പനികളെയും അമേരിക്ക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിന് സാമ്പത്തിക സഹായം ലഭിക്കുന്ന വഴികൾ തടയാനാണ് ഈ നടപടികളെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ഇനി നിലവിൽ വന്നില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഒരു ഭാഗത്ത് സമ്മർദ്ദം തുടരുമ്പോഴും മറുവശത്ത് ചർച്ചകൾക്കുള്ള സാധ്യതയും അമേരിക്ക തുറന്നു വെക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും ഉടൻ ഒരു സമാധാന കരാറിൽ എത്തുമെന്ന പ്രതീക്ഷ കുറവാണെന്നാണ് വിലയിരുത്തൽ. ആക്രമണങ്ങൾ കുറഞ്ഞെങ്കിലും ഇരു രാജ്യങ്ങളും ഇപ്പോഴും പരസ്പരം ശക്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇതിനിടെ മറ്റൊരു കടുത്ത മുന്നറിയിപ്പും ട്രംപ് നൽകി. ഇറാൻ തന്നെ വധിക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്താൽ അതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ സൈനിക തിരിച്ചടി നൽകാൻ താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വർഷങ്ങളായി ഇറാൻ തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും താൻ അവരുടെ കൊലപാതക പട്ടികയിൽ ഉൾപ്പെട്ട ആളാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ നിലവിൽ തന്റെ ജീവനുടൻ ഭീഷണി ഉണ്ടെന്ന തരത്തിലുള്ള പുതിയ രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപിന്റെ ഈ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നിലവിലുള്ള സംഘർഷാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന ആശങ്ക പല രാജ്യങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിലവിലെ സാഹചര്യം പുറമേ നോക്കുമ്പോൾ ശാന്തമായതായി തോന്നുമെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. ആക്രമണങ്ങൾ കുറഞ്ഞത് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും വിശ്വാസക്കുറവും രാഷ്ട്രീയ തർക്കങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ആയതിനാൽ സമാധാനം നിലനിർത്താൻ നയതന്ത്ര ചർച്ചകളും പരസ്പര സഹകരണവും മാത്രമാണ് മുന്നോട്ടുള്ള വഴി. ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ ഈ മേഖലയിലേക്കാണ്. കാരണം ഇവിടെ ഉണ്ടാകുന്ന ഓരോ സംഭവ വികാസവും ആഗോള സുരക്ഷയും സാമ്പത്തിക മേഖലയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.